ഡിജിറ്റൽ സാമ്പത്തിക ഇടപാടുകൾ വർദ്ധിച്ച പോലെ തന്നെ ഡിജിറ്റലായിട്ടുള്ള സാമ്പത്തിക തട്ടിപ്പുകളും വർദ്ധിച്ചിട്ടുണ്ട്. ഈ വിഷയമൊക്കെ നിരവധി നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. നിരവധി അവയർനെസ് പ്രോഗ്രാമുകൾ ബാങ്കിന്റെ ഭാഗത്തുനിന്നും പോലീസിന്റെ ഭാഗത്തുനിന്നും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. എങ്കിലും ഇപ്പോഴും സാധാരണക്കാരായിട്ടുള്ള ആളുകളല്ല, അറിവും വിവരവും ഒക്കെ ഉള്ള വലിയ ആളുകൾ പോലും ഇത്തരത്തിലുള്ള തട്ടിപ്പുകളിൽ വീഴുന്നു എന്നുള്ളത് കൗതുകരമായിട്ടുള്ള കാര്യമാണ്. ഈ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കണ്ടു. ഗീവർഗീസ് മാർ കുറിലോസ് ഓൺലൈൻ തട്ടിപ്പിൽ പെട്ട് 15 ലക്ഷം രൂപ നഷ്ടമായിരുന്നു. അപ്പോൾ അത്രയും ലോകപരിചയമുള്ള ആളുകൾ പോലും ഇതിനകത്ത് തട്ടിപ്പിൽ വീഴുന്നുണ്ട്. അപ്പോൾ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ അവസ്ഥ നമ്മൾ പറയേണ്ടതില്ലല്ലോ. ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷം മാത്രം 200 കോടി രൂപയിലധികം ഡിജിറ്റൽ തട്ടിപ്പുകളിൽ കൂടെ ആളുകൾക്ക് നഷ്ടമായിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഇത്തരത്തിലുള്ള സൈബർ കുറ്റകൃത്യങ്ങൾ കേരളത്തിൽ മാത്രമല്ല, ലോകത്തെമ്പാട് നടക്കുന്നുണ്ട്. ഗൾഫ് രാജ്യങ്ങൾ ഉൾപ്പെടെ ലോകത്തെമ്പാട് നടക്കുന്നുണ്ട്. ഏറ്റവും കൗതുകരമായിട്ടുള്ളൊരു കാര്യം, ലോകത്ത് എവിടെ നടന്നാലും ഏറ്റവും കൂടുതൽ പണം നഷ്ടപ്പെട്ടുള്ള ആളുകൾ നമ്മൾ മലയാളികളാണ്. നമ്മുടെ മിസ്റ്റേക്ക് കൊണ്ടല്ലാതെ ബാങ്കിന്റെ ഭാഗത്തു നിന്നുള്ള പോരായ്മകൾ കൊണ്ടാണ് ഇത്തരത്തിൽ നമ്മുടെ പണം നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ആ പൈസ തിരിച്ചു തരാനായിട്ട് നമ്മുടെ ബാങ്കുകൾക്ക് ഉത്തരവാദിത്തമുണ്ട്. പക്ഷേ 99% കേസുകളിലും നമ്മളുടെ അറിവില്ലായ്മ കൊണ്ടാണ് പണം നഷ്ടപ്പെടുന്നത്. അതല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ ഓഫറുകൾ വരുന്ന സമയത്ത് അത് കിട്ടാനുള്ള ആളുകളുടെ ആക്രാന്തം കൊണ്ടുമാണ് തട്ടിപ്പുകളിൽ ചെന്ന് വീഴുന്നത്. ഇത്തരത്തിലുള്ള തട്ടിപ്പുകളിൽ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം അതാണ്. നമ്മളുടെ ഭാഗത്തുനിന്ന് മിസ്റ്റേക്ക് സംഭവിച്ച് നമ്മളുടെ പണം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് തിരിച്ച് കിട്ടാനായിട്ടുള്ള സാധ്യത വളരെ കുറവാണ്. ബാങ്കിന്റെ ഭാഗത്തുനിന്നാണ് മിസ്റ്റേക്കുകൾ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് പൈസ തിരിച്ചു കിട്ടാനുള്ള സാധ്യത എങ്കിലും ഉണ്ട്. ഓൺലൈൻ തട്ടിപ്പുകളിൽ പോയി നമ്മൾ കുടുങ്ങാതെ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാര്യം, ആര് ഫോൺ വിളിച്ച് ചോദിച്ചാലും, ഫോൺ വിളിച്ച് ആര് നമ്മുടെ അടുത്ത് ചോദിച്ചാലും നമ്മുടെ മൊബൈലിൽ വരുന്ന OTP, അത് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടതാണോ വേറെ എന്തെങ്കിലും ആപ്ലിക്കേഷനായിട്ട് ബന്ധപ്പെട്ടാണോ, OTP എന്ന് പറയുന്ന സാധനം ഒരിക്കലും ആർക്കും പറഞ്ഞു കൊടുക്കരുത്. അതിപ്പോൾ വിളിക്കുന്ന ആൾ പറയുകയാണ് ഇത് ബാങ്കിൽ നിന്നാണ് വിളിക്കുന്നത്, അതല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് വിളിക്കുന്നത്, CBI നിന്നാണ് വിളിക്കുന്നത്, ഇനിയിപ്പോൾ പ്രധാനമന്ത്രിയുടെ പ്രസിഡന്റിന്റെ ഓഫീസിൽ നിന്നാണ് വിളിക്കണമെന്ന് പറഞ്ഞാൽ പോലും നമ്മളുടെ മൊബൈൽ വന്ന OTP നമ്മൾ ആർക്കും ഷെയർ ചെയ്യാതിരിക്കുക. നമ്മളുടെ മെയിലിൽ അതല്ലെങ്കിൽ നമ്മളുടെ ഫോൺ നമ്പറിലൊക്കെ നമ്മുടെ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള KYC അപ്ഡേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ലിങ്കുകളൊക്കെ വരും. അത്തരത്തിലുള്ള ലിങ്കുകളിലൊന്നും പോയി ക്ലിക്ക് ചെയ്യാതിരിക്കുക. അങ്ങനെ എന്തെങ്കിലും മെസ്സേജ് വന്നാൽ തന്നെ ഉടനെ അത് ഡിലീറ്റ് ചെയ്ത് കളയുക. എന്നിട്ട് നമ്മളുടെ ബാങ്കിന്റെ ബ്രാഞ്ചുമായിട്ട് കോൺടാക്ട് ചെയ്യുക. അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് നമ്മുടെ ബാങ്കിന്റെ ആവശ്യമായ ഡോക്യുമെന്റ്സ് ഒക്കെ അപ്ഡേറ്റ് ചെയ്ത് വെച്ചേക്കാം. ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, അതിന്റെ നമ്പർ, അതിന്റെ CVV, അതിന്റെ എക്സ്പയറി ഡേറ്റ് മുതലായിട്ടുള്ള കാര്യങ്ങളൊന്നും വേറൊരാളായിട്ട് ഷെയർ ചെയ്യാതിരിക്കുക. ഇന്റർനെറ്റ് ബാങ്കിങ് നടത്തുന്ന സമയത്ത് ഗൂഗിൾ വഴി തന്നെ ബാങ്കിന്റെ സൈറ്റിലേക്ക് ഓപ്പൺ ചെയ്യുക. ലോഗിൻ ചെയ്യാൻ പോകുന്ന അഡ്രസ്സ് കറക്റ്റ് ആണെന്നുള്ളത് ഉറപ്പുവരുത്തുക. പലപ്പോഴും ഈ തട്ടിപ്പ് വീരന്മാര് ഈ അഡ്രസ്സിൽ ലോഗിൻ ചെയ്യാനുള്ള അഡ്രസ്സിലൊക്കെ ഒരു ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്കോ അതല്ലെങ്കിൽ ചെറിയ അക്ഷരങ്ങളൊക്കെ മാറ്റിയിട്ട് സമാനമായിട്ടുള്ള പേരിൽ നമ്മളെ കൺഫ്യൂസ് ചെയ്യുന്ന തരത്തിലുള്ള സൈറ്റുകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിനകത്തൊക്കെ പോയി ലോഗിൻ ചെയ്താലും നമ്മളുടെ പൈസ എപ്പോൾ പോയി എന്ന് ചോദിച്ചാൽ മതി. ഫേസ്ബുക്കിലും വാട്സപ്പിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ ചിലപ്പോൾ ഓഫറുകൾ കാണാൻ പറ്റും. ഒരെണ്ണം വാങ്ങിക്കഴിഞ്ഞാൽ 2 ഫ്രീ എന്ന് പറഞ്ഞിട്ട് ഒരു ബിരിയാണി മേടിച്ചു കഴിഞ്ഞാൽ 5 ബിരിയാണി ഫ്രീ എന്നൊക്കെ പറഞ്ഞാൽ, ഫ്രീ എന്ന് കേട്ട് കഴിഞ്ഞാൽ അവിടെ മൂക്കുത്തി വീഴുന്ന ആളുകളാണ് മലയാളികൾ പൊതുവെ. അതുകൊണ്ടാണ് ഇത്തരത്തിൽ തട്ടിപ്പുകാർ എപ്പോഴും ഫ്രീ, ഒരെണ്ണം എടുത്താൽ 5 ഫ്രീ എന്നുള്ള ഓഫറുകളൊക്കെ വയ്ക്കുന്നത്. പരസ്യങ്ങൾ കണ്ട് അതിന്റെ ലിങ്കിൽ പോയി ക്ലിക്ക് ചെയ്ത് ബിരിയാണിയും അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധനമൊക്കെ ഓർഡർ ചെയ്തിട്ട് നമ്മൾ നമ്മുടെ ATM കാർഡിന്റെ നമ്പറും പിന്നും ഒക്കെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഏത് വഴിക്കാണ് പൈസ പോകുന്നതെന്ന് മഷി ഇട്ട് നോക്കിയാൽ കാണില്ല. ഇപ്പോൾ ഏതെങ്കിലും സ്ഥാപനത്തിന്റെ പേരിലാണ് ഓഫർ ഉള്ളതെന്നുണ്ടെങ്കിൽ അതാത് സ്ഥാപനങ്ങളുടെ യഥാർത്ഥ വെബ്സൈറ്റുകളിൽ പോയിട്ട് നമുക്ക് ഗൂഗിൾ വഴി ആ സ്ഥാപനത്തിന്റെ പേരടിച്ചു കൊടുത്ത് യഥാർത്ഥ വെബ്സൈറ്റുകൾ ഓപ്പൺ ചെയ്തിട്ട് അവിടെ അങ്ങനെ ഒരു ഓഫർ നടക്കുന്നുണ്ടോ എന്നുള്ള കാര്യമൊക്കെ പരിശോധിച്ചിട്ട് വേണം ഓഫറുകളിൽ പോയി കൊടുക്കാനായിട്ട്. ആധാർ അപ്ഡേറ്റ്, ബാങ്കിൽ കുറേ പൈസ കിടപ്പുണ്ട് അത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരാം, ലോട്ടറി അടിച്ചിട്ടുണ്ട് അത് ഫ്രീ ആയിട്ട് തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇത്തരത്തിലുള്ള കോളുകൾ വരും. OTP ചോദിക്കും. അതിനൊന്നും OTP കൊടുക്കരുത്. OTP ആര് വിളിച്ച് ചോദിച്ചാലും കൊടുക്കാതിരിക്കുക. നമുക്ക് പൈസ വേണ്ടാന്ന് വെക്കാനുള്ളൊരു മനസ്സുണ്ടാവുക എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ്. നമ്മൾക്ക് അർഹതയില്ലാത്ത പൈസ അതല്ലെങ്കിൽ നമ്മുടേതല്ലാത്ത പൈസ വേണ്ട എന്ന് തീരുമാനിക്കാനുള്ള ഒരു തീരുമാനം എടുക്കാനുള്ള കഴിവുണ്ടായാൽ തന്നെ കുറെ പൈസയൊക്കെ നമ്മുടെ കയ്യിലിരിക്കുന്നത് പോകാതെ രക്ഷപ്പെടും. ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചാലും ഒരു പക്ഷേ ഏതെങ്കിലും ഒരു പോയിന്റിൽ നമ്മൾക്ക് മിസ്റ്റേക്ക് സംഭവിച്ച് നമ്മളുടെ പൈസ നഷ്ടപ്പെടാനുള്ള സാധ്യത ഉണ്ട്. അതിൽ നിന്ന് വലിയ നഷ്ടങ്ങൾ ഉണ്ടാവാതിരിക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ കുറച്ച് കാര്യങ്ങളുണ്ട്. കൂടുതലും തട്ടിപ്പുകൾ നടക്കുന്നത് ഓൺലൈൻ ട്രാൻസാക്ഷൻ നമ്മൾ ATM കാർഡ് ഉപയോഗിച്ച് ചെയ്യുമ്പോഴാണ്. അപ്പോൾ നമ്മുടെ ATM കാർഡുകൾക്ക് നമുക്കൊരു ലിമിറ്റ് സെറ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റും. ഒരു ദിവസം ചെയ്യാൻ പറ്റുന്ന ഓൺലൈൻ ട്രാൻസാക്ഷന്റെ എമൗണ്ട് സെറ്റ് ചെയ്യാൻ പറ്റും. ബാങ്കിന്റെ മൊബൈൽ ആപ്ലിക്കേഷനുകൾ ഉപയോഗിച്ചിട്ട് ലിമിറ്റുകൾ സെറ്റ് ചെയ്യാൻ പറ്റും. ഓൺലൈൻ ട്രാൻസാക്ഷന്റെയും അതുപോലെ തന്നെ നേരിട്ടുള്ള ട്രാൻസാക്ഷന്റെ ഒക്കെ ലിമിറ്റുകൾ
സെറ്റ് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് നമുക്ക് എന്തെങ്കിലും ആവശ്യത്തിന് കൂടുതൽ ട്രാൻസാക്ഷൻ നടത്തേണ്ട ആവശ്യമുണ്ടോ, കൂടുതൽ ഓൺലൈൻ പർച്ചേസ് നടത്തേണ്ട ആവശ്യമുണ്ടോ, അപ്പം മാത്രം 1 മിനിറ്റ് കൊണ്ട് ചെയ്യാവുന്ന കാര്യമുള്ളൂ. അപ്പം മാത്രം ലിമിറ്റ് കൂട്ടുക, ആവശ്യം കഴിയുമ്പോൾ വീണ്ടും ലിമിറ്റ് തിരിച്ച് മിനിമം എമൗണ്ടിലേക്ക് കൊണ്ടുവയ്ക്കുക. അപ്പോൾ ആ ഒരു ലിമിറ്റ് കൂടുതൽ ആര് തട്ടിപ്പ് നടത്താൻ നോക്കിയാലും നമ്മുടെ കാർഡിൽ നിന്ന് ട്രാൻസാക്ഷൻ ചെയ്ത് എടുക്കാൻ സാധിക്കില്ല. ഏതൊക്കെ കാരണങ്ങൾ കൊണ്ടാണെങ്കിൽ കൂടിയും തട്ടിപ്പ് നടന്നിട്ടുള്ളത് നമ്മളുടെ അശ്രദ്ധ കൊണ്ടാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പൈസ തിരിച്ചു തരാനായിട്ട് ബാങ്കിന് ഒരു ഉത്തരവാദിത്വം ഇല്ല എന്നുള്ളതാണ് നിയമം. എങ്കിലും തട്ടിപ്പ് നടന്നു കഴിഞ്ഞാൽ 1 മണിക്കൂറിനുള്ളിൽ തന്നെ, ഒരു ഗോൾഡൻ അവർ എന്ന് പറയുന്നൊരു സമയമുണ്ട്, ആ 1 മണിക്കൂറിനുള്ളിൽ തന്നെ നമ്മളത് ഐഡൻറ്റിഫൈ ചെയ്ത് നമ്മൾ ബാങ്കിനെ ഇൻഫോം ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധിവരെയൊക്കെ നിങ്ങളുടെ പൈസ തിരിച്ചു കിട്ടിയേക്കാം. തട്ടിപ്പ് നടന്നു എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മുടെ കാർഡ് ബ്ലോക്ക് ചെയ്യുക, ബാങ്കിൽ കോൺടാക്ട് ചെയ്യുക, കാർഡ് ബ്ലോക്ക് ചെയ്യുക. ഇനി കൂടുതൽ പൈസ നഷ്ടം വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. എങ്ങനെയൊക്കെ ശ്രമിച്ചാലും എന്തൊക്കെ പോകുമ്പോഴും നമ്മൾ കണ്ടെത്തിയാലും അതിനേക്കാൾ അപ്പുറം കാണുന്ന ആളുകളാണ് ഈ തട്ടിപ്പ് വീരന്മാർ, ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്നവർ. അപ്പോൾ പ്രധാനമായിട്ടും ഇത്തരത്തിലുള്ള തട്ടിപ്പുകളിൽ പോയി കുടുങ്ങാതിരിക്കുക. പൈസയ്ക്കോ ഓഫറുകൾക്കോ ആക്രാന്തം കാണിച്ചിട്ട് എന്തിൻ്റെങ്കിലും പുറകെ പോയിട്ട് കാണുന്ന ലിങ്കിലൊക്കെ ക്ലിക്ക് ചെയ്യാതിരിക്കുക. ആര് വിളിച്ചു ചോദിച്ചാലും നരേന്ദ്രമോദിയാണ് വിളിക്കുന്നത്, പിണറായി വിജയനാണ് നേരിട്ട് വിളിക്കുന്നത്, OTP വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പോലും OTP ആർക്കും ഷെയർ ചെയ്യാതിരിക്കുക.